അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ, റവാഡ ചന്ദ്രശേഖറിനെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയാക്കാനുള്ള തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ വിമർശനമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത്, ഈ അന്വേഷണ റിപ്പോർട്ടിൽ ക്ലീൻ ചിറ്റ് നൽകുന്നത്, ഇതൊക്കെയാണ് ഇപ്പോൾ CPIM-ഉം സർക്കാരും അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ തന്നെ പൂർണ്ണാർത്ഥത്തിൽ ഈ റവാഡ ചന്ദ്രശേഖർ എന്ന പേരിനോട് സർക്കാരിന് താല്പര്യമില്ല എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തമ്മിൽ ഭേദം എന്ന നിലയിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം അറിയില്ല. BJP എങ്ങനെയാണ് ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? ശ്രീ ഉല്ലാസ് ബാബു. അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പറയാം. ഇതിനകത്ത് ഒരു DGPയെ നിയമിക്കുന്നു, അതിന് പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൻ്റെ പരമായിട്ട് അവർ DGPയെ സെലക്ട് ചെയ്തു, സ്പെഷ്യൽ ക്യാബിനറ്റ് അത് അംഗീകരിച്ചു, അദ്ദേഹം DGP ആയി. സ്വാഭാവികമായിട്ട് CPM-നകത്ത് ചില ആളുകൾക്ക് അതിൽ വിരോധം ഉണ്ടാവും. അത് കോടതി കുറ്റവിമുക്തമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് സ്വാഭാവികമല്ലേ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉന്നയിക്കേണ്ട വിഷയം അതിനകത്തില്ല. കാരണം കൂത്തുപറമ്പ് എന്ന് പറയുന്ന വിഷയം എന്താണ്, എന്തിനായിരുന്നു തർക്കം ഉണ്ടായത്, എന്തിനു വേണ്ടിയായിരുന്നു മരിച്ചു വീണത്, അത് വളരെ കൃത്യമല്ലേ. ആ വിഷയം സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ടാണ്. ആ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്താ? അവിടെ വിളിച്ച ഓരോ മുദ്രാവാക്യങ്ങളിലും CPM എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടോ? അവരിപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കാലാകാലമായിട്ട് ഇവർ തന്നെ നിലപാട് മാറ്റത്തിൻ്റെ അച്ഛന്മാരാണ് ഇവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഷയം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെ അവർക്ക് എതിർപ്പ് എന്നുള്ളതിൽ അതൊക്കെ ഒരു അണികളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ അഭ്യാസങ്ങൾ പറയുന്നു എന്നല്ലാതെ അതൊന്നും പ്രത്യേകിച്ച് കാമ്പുള്ള കാര്യമില്ല. ഇവർ വിഷയത്തിലില്ലെന്നിപ്പോൾ. ആ വിഷയത്തെ പരിപൂർണമായിട്ട് അവരെന്തിനായിരുന്നോ സമരം, ആ പാവങ്ങളും മരിച്ചു വീണവരൊക്കെ പോയി എന്നല്ലാതെ CPM-നൊന്നും സംഭവിച്ചിട്ടില്ല. ആ ശവക്കലറ കുത്തിത്തുറന്ന് പുറത്തു വരാനുള്ള ശേഷി അവർക്കുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ CPM നേതാക്കന്മാരോട് ഇവർ ചോദിച്ചേനെ എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തെ അനാഥമാക്കിയത് എന്നുള്ളത്. അതൊക്കെ അവിടെ കൃത്യമായി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നവർ എന്തിൻ്റെ വക്താക്കളാണെന്ന് നമുക്കറിയാം. ഒരു കാര്യം, തമ്മിൽ ഭേദം എന്നുള്ള പദമൊക്കെ മുഖ്യമന്ത്രി ഒഴിവാക്കാമായിരുന്നു. അത് കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡറിനെ എല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയും മൊത്തം പോലീസ് സേനയെ നയിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തമ്മിൽ ഭേദം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മുഖ്യമന്ത്രിക്ക് ചേരുന്നൊരു പദമൊന്നുമല്ല. പിന്നെ അദ്ദേഹം അത് പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതിയിലല്ലേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഒരു കൃത്യമായിട്ടുള്ള പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ആ തീരുമാനം എടുത്തു തന്നെയാണ് പറ്റുള്ളൂ. ഇവരെന്തൊക്കെ യുദ്ധം മുട്ടിയാലും തീരുമാനം എടുത്തേ പറ്റൂ. പിന്നെ ഇവർക്ക് താല്പര്യമുള്ള ആളുകളെ കുത്തിക്കയറ്റാൻ ഇവർ ശ്രമിച്ചില്ല എന്ന് ബഹുമാനപ്പെട്ട അനിലേട്ട് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇവർ അതിനു വേണ്ട ശ്രമമൊക്കെ കൃത്യമായി നടത്തിയിട്ടുണ്ട്. ആ ശ്രമം പരാജയപ്പെട്ടു. ആ ശ്രമം പരാജയപ്പെട്ടതിൽ ഇവർക്ക് വിഷമവുമുണ്ട്. ആ വിഷമം അവർ മൂടി വെക്കുന്നു എന്നുള്ളതാണ്. ആ വിഷമം പല വാക്കുകളിലൂടെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഈ തമ്മിൽ ഭേദം എന്നുള്ള വാക്കൊക്കെ പുറത്തു വരാൻ കാരണം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച ശിക്ഷ്യൻ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ അതിനകത്ത് ടെക്നിക്കാലിറ്റിയൊക്കെ പറയാം. അതൊക്കെ നിങ്ങൾ മറികടക്കാനും ശ്രമിച്ചിട്ടുണ്ട്, മറികടന്നതിന് സൂത്രപ്പണി ഒപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ യാഥാർത്ഥ്യം. DGPക്ക് എല്ലാവിധ ആശംസകളും നേരുക എന്നൊപ്പം തന്നെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒരു പോലീസിനെ കൃത്യമായി മുന്നോട്ട് നിർത്തി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണം എന്ന് മാത്രമാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിൻ്റെ എല്ലാ തെരുവീതികളിലും മയക്കുമരുന്നുകാരും തെമ്മാടികളും ഒക്കെ ഇങ്ങനെ വിളയാടി നടക്കുന്ന സമയമാണ്. അവരെ കൂച്ചുവലം കണ്ട ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് നിരവധി സമയം രാഷ്ട്രീയ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്നു. അത് അധികാരവർഗത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലാണ് എന്ന് നിരവധി വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ആ സേനയെ നയിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും ഒപ്പം തന്നെ സമാധാനാന്തരീക്ഷവും മനസമാധാനവും നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്ത ബോധം അദ്ദേഹം കാണിക്കട്ടെ എന്ന് മാത്രമാണ് BJPക്ക് അതിനകത്ത് പറയാനുള്ളത്.